സ്റ്റാർമാൻ അവിടെ പോയി തൊലഞ്ഞടാ. അവിടെ ഒന്ന് ഫോൺ ചെയ്യടാ. ഹലോ ധന, നീ എവിടെയുള്ള? പെട്ടെന്ന് വാടേ. അകത്ത് വരട്ടെ. ഞാൻ പറഞ്ഞത് കഴിക്കാൻ വാങ്ങിച്ചോണ്ട് വാ. നീയൊക്കെ എന്താടാ കഴിക്കാൻ പോന്നെ? ബിരിയാണി, ചിക്കൻ ബിരിയാണി. നിനക്കോ? എനിക്ക് 2 മട്ടൻ ബിരിയാണി മതി. ആ എടാ, ഒന്ന് പെട്ടെന്ന് വരണം കേട്ടല്ലോ. എന്നാ 4 ബിരിയാണി വാങ്ങിച്ചോ. ആ പോയിക്കോ. സാർ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒന്ന് പെട്ടെന്ന് എടുക്കടാ. എടാ ആദ്യം ബിരിയാണി കഴിക്കും. അയ്യോ സാർ നീ വെച്ചോ. പാഴാക്കണ്ട. ആ എനിക്ക് കാണട്ടെ. ഇതുപോലുള്ള നല്ല ചെറുകളെ നീ കണ്ടിട്ടുണ്ടോ ജീവിതത്തില്? എടാ, ഞാൻ എത്രമാത്രം പിള്ളേരെ കണ്ടോ നിനക്ക് അറിയോ? സാറേ കഥവ് തട്ടിയിട്ട് വരില്ലേ? എന്തോടാ നീ കാണുന്നോ? കാണാം സാർ. ആ കാണുന്നെങ്കിൽ കാണാം, സുമ സമയം കളയണ്ട. എടാ ഇനി ആനിയം കാണട്ടെ. നിങ്ങൾ ആദ്യം കഴിക്കേ. കഴിക്കണ മോയെ കഴിക്കോട്ടെ. മുത്തച്ഛ ഗുഡ് നൈറ്റ്. നിന്റെ മൂന്നൊക്കെ എവളെങ്കിലും കിട്ടും. പടമല്ല വേറെന്ന് വെച്ചാ ഞാനും മനസ്സിലാക്കില്ല. പറഞ്ഞു കൊടുക്കേ. നെറ്റിലെ അറിയില്ല. എന്നിട്ടാണോ നീ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? അവൻ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കേ. ഫേസ്ബുക്കിൽ കുറച്ച് കാര്യമുണ്ട്. അതിൽ നമ്മൾ ചാറ്റ് ചെയ്യാൻ തുടങ്ങിയ ലോകത്തിലുള്ള എല്ലാ പെൺകുട്ടികളെയും നമുക്ക് കിട്ടും. ശരി, നിന്റെ കയ്യിലെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ എന്തെങ്കിലും ഉണ്ടോ? ലാപ്ടോപ്പോ? ഉണ്ടേട്ടാ, ഞാൻ കൊണ്ടുവരാം. കൊണ്ടുവാ. എടാ, കൊണ്ടുവന്നോണ്ടാ നീ പറഞ്ഞു. നേരം നീ തന്നെ ഫേസ്ബുക്കിൽ വരാൻ പോവാണോ? ഹലോ സാർ. ഹലോ. എന്താ ഇതെല്ലാരും ഇവിടെ വന്നിരിക്കുന്നത്? സമയം പോയില്ല. ഞങ്ങൾ ഈ മുകളിലേക്ക് വന്നേ. എന്താ സാർ കറങ്ങി കാണാൻ ഒരുപാട് സ്ഥലങ്ങളുള്ളതാണ്. ഇവിടെ പോയി ജോളിയായിട്ടൊന്ന് കറങ്ങി വന്നൂടെ? പിന്നെ സാർ ഇന്നലെ മറ്റേ സംഭവം ചോദിച്ചില്ലേ? എനിക്ക് അറിയാവുന്നതായിട്ടുള്ള ആരും തന്നെ ഇല്ല. എന്താണോ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട്? അല്ല, ഏതെങ്കിലും വരുവാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, ബൈ.
എന്താടാ ബാഗ് ചെയ്യാണ്ടൊക്കെ? ചേട്ടാ എനിക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തേട്ടാ. ചേട്ടായി ധർമ്മം ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. എന്തോ തീരുമാനത്തോടെ വന്നിരിക്കുന്നത്. അവനെ ഒരു അക്കൗണ്ട് ഐഡി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തേക്ക്. പിന്നല്ലാതെ ആ ബാഗ് തന്നെ. ചേട്ടായി ഇരുന്ന് ഓപ്പൺ ചെയ്താലോ? ഇവിടെ ഇരിക്കാം. ധർമ്മ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്കൊരു മെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം. മെയിൽ ഐ ഡി ഉണ്ടോ? ഇല്ല എനിക്കില്ല ഏട്ടാ. നമ്മൾ ആദ്യം മെയിൽ ഐ ഡി ഓപ്പൺ പറയാതെ ചെയ്യടാ. ഏത് മെയിലാണ് മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുന്നത്? ധർമ്മ പാസ്വേഡ് കൺഫേം ചെയ്യാം. നിന്റെ പേരിൽ മെയിൽ ഐ ഡി ഇപ്പൊ ഓപ്പൺ ചെയ്തു. ഇനി ഫേസ്ബുക്കിലേക്ക് പോവാം. എന്താണ് നോക്കടാ? ധർമ്മ ഫേസ്ബുക്കിലെ ഐ ഡി ഓപ്പൺ ചെയ്തു. എന്ത് പാസ്വേഡ് കൊടുക്കണ്ടേ? സെൽ നമ്പർ മതി. നിന്റെ സെൽ നമ്പർ എനിക്കറിയാം. അതാ നല്ലത്, മറക്കല്ലേ. 9786821. ഓക്കെ, പാസ്വേഡ് കൊടുത്തു. ഫോട്ടോ ഏത് ഫോട്ടോ അയക്കാൻ നോക്കാം? ഈ പെണ്ണിന്റെ ഫോട്ടോ. ധർമ്മ നോക്ക്, ഓപ്പൺ ചെയ്തില്ല. റിക്വസ്റ്റ് ചോദിക്കുന്നു. ഓക്കെ കൊടുത്തോട്ടെ. നല്ല അടിപൊളി പെണ്ണല്ലേ? ഓക്കെ. എടാ നമുക്ക് ഹായ് അയക്കാം അല്ലേ? വേഗം ആയിന്ന് അയക്കടാ. ഇതൊക്കെയാണ് എന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ധർമ്മ റിപ്ലൈ വന്നിരിക്കുന്നു. മറുപടി വേറെ അയക്കണോ? എവിടെയാണെന്ന് ചോദിച്ചേ? Where are you? ധർമ്മ കൊടൈക്കനാലിൽ തന്നെ ഇവിടെ താമസം. നിന്റെ നാട്ടുകാരി തന്നെയാടാ. അല്ല നിനക്ക് വേറെ എന്താ ചോദിക്കാനുള്ളത്? എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കോ? എന്ത് ചെയ്യാൻ ചോദിക്കടാ. പഠിച്ചിട്ട് സുമ്മാ അയക്കടാ. പഠിത്തം കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്നാ പറഞ്ഞേ. ഓക്കെ ആണോ? ഇവനൊരു സംഭവം തന്നെയാ. അതെ അതെ, ഇവൻ ഭാഗ്യം ചെയ്തവനടാ. പെണ്ണ് ഇഷ്ടപ്പെട്ടോ? ഞാൻ റൂമിൽ പോയി ട്രൈ ചെയ്തിട്ട് വെക്കോ, നിന്റെ സമയം നീ കൂടിയുള്ളൂ. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഒരു പ്രശ്നവുമില്ല. ഓക്കെ ആണല്ലോ? പോയിട്ട് വാ. അപ്പൊ എല്ലാം പറഞ്ഞു. പോയിട്ട് വാ. പോയിട്ട് വരട്ടെ. പയ്യൻ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാ. ശരി, നമുക്ക് പോവാം. ഓക്കെ, എന്നാ വാ. ലാപ്ടോപ്പ് എടുത്തോണ്ട് റോഡിലേക്ക് പോയിരിക്കുക. അതിനൊന്നും വലിയ സന്തോഷത്തിലായിരിക്കല്ലേ? പെമ്പിള്ളാരെ കണ്ടാ പിന്നെ ഇല്ലാതിരിക്കുമോ? ഹായ് ഹായ്. നീയായിരുന്നു? എന്താ നീ വേറെ ആരെങ്കിലാണോ പ്രതീക്ഷിച്ചത്? എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന? ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ? അപ്പൊ ചോദിച്ചത് കിട്ടോ? ഇപ്പൊ നീ എന്താ ചോദിക്കാന്ന് എനിക്കറിയാം. പറ, എപ്പോഴാ കിട്ടുന്ന? നീ വിചാരിക്കുന്ന ഒരിക്കലും നടക്കില്ല. കാണാനല്ലേ പോകുന്ന? ഒരു പ്രാവശ്യം പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? എനിക്ക് നീയല്ലാതെ മറ്റാരെ അറിയില്ല, ഒന്നും മനസ്സിലാവത്തില്ല. നീ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ നിന്റെ പുറകെ തന്നെ വരുന്നുണ്ടല്ലോ. ഒന്ന് മനസ്സിലാക്ക് ധർമ്മ. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ? എന്താ ധർമ്മ നീ ഞാൻ പറയുന്നതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാത്തത്? സീരിയസ് ആയിട്ട് എടുക്കണമെങ്കിൽ വല്ല ഹോസ്പിറ്റലിലും പോകേണ്ടി വരും. ധർമ്മ, നീ എന്നെ എത്ര വെറുത്താലും ഞാൻ നിന്നെ തന്നെ സ്നേഹിക്കുള്ളൂ. കാരണം എനിക്ക് നീയല്ലാതെ വേറെ ആരെയും ഇഷ്ടമല്ല. അത് നിനക്ക് നല്ലതുപോലെ അറിയാം. നീ തീർച്ചയായിട്ടും ഒരു ദിവസം എന്റെ അടുത്ത് വരും. ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക. ധർമ്മ, ഐ ലവ് യു. എടാ ഒന്ന് പെട്ടെന്ന് ഇറങ്ങി, സമയടാ. എത്ര സമയം കൊണ്ട് ഒരുങ്ങാ നീക്ക്? പെണ്ണുങ്ങളാണോ? എന്താട്ടാ എങ്ങോട്ടാ പോകുന്നേ? ഒന്നുമില്ലടാ, ചുമ്മാ ചുറ്റി കാണാൻ വേണ്ടി പോവാ. നീ വരുന്നു? ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോളൂ. അവന് ഫേസ്ബുക്ക് ചാറ്റ് ചെയ്യുന്നതിന് സമയം കിട്ടുന്നില്ല, പിന്നെ എങ്ങനെ നമ്മുടെ കൂടെ വരും? എന്താടാ ആ പെണ്ണ് നിനക്ക് ഓക്കെ ആയോ? ഇല്ല ഏട്ടാ, ഇപ്പോഴും ഫോളോ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നീ നാളെ തട്ടിയിടും അല്ലേ? അയ്യോ,
ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്താലേ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലടാ. നന്നായിട്ട് ഡ്രസ് ചെയ്യണം. നല്ല സ്റ്റൈലായിട്ട് നല്ല പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. മനസ്സിലായോ? ഇനി എങ്ങനെ നന്നായിട്ട് ഡ്രസ് ചെയ്യും. ശരി ഏട്ടാ, നിങ്ങൾ റെഡി ആയിക്കോളൂ. ഞാനിപ്പോ ഡ്രസ്സ് മാറ്റിട്ട് ആ പോയിട്ടോ പോയിട്ടോ. എന്തൊരു വാസനയാണെന്ന് അറിയണം. നീ ഉപയോഗിക്കുന്ന സാധനം വേറെ ആരെങ്കിലും ഉപയോഗിക്കൂടാ. ഇതാ പോയാ വന്നിരിക്കുന്നത് നോക്കി. അതിനു മുമ്പ് ഡ്രസ് ചേഞ്ച് ആയോ? ശരി വരേടാ, ഇറങ്ങാം. ഓക്കെ, എന്നാ ഇറങ്ങാം. ആ വാ വാ, ഓക്കെ, സമയായി. അപ്പൊ നമുക്ക് പോവാം. ഇന്നലെ അല്ലേ ചോദിച്ചത്, അതിനുള്ളിൽ റെഡിയാക്കിയല്ലോ കൊച്ചു കള്ളൻ. എടാ പകയന്മാരെ, ഇതെന്റെ ഭാര്യടാ. ഡാ എന്താ എന്താ നോക്കുന്നേ? എനിക്ക് ഈ പീസാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പോടാ, നിനക്ക് എന്റെ പെണ്ണുമ്പിള്ള തന്നെ വേണോ? ഹലോ. ഹലോ, കാമിനിയാ? ആ, ഇതാരാ? ഞാൻ കൊടൈക്കനാൽ കോട്ടേജിൽ നിന്ന് മാനേജറാ സംസാരിക്കുന്നത്. ആ സാർ, നമസ്കാരം. എന്താ ബിസിയാണോ? അതെ സർ, പറയൂ. എവിടെയുള്ളേ? പാർട്ടിയായിട്ട് ഗസ്റ്റ് ഹൗസിലാണ് ഉള്ളത്. എന്താ കാര്യം പറയണം സർ. ഒരു നല്ല ഓഫർ ഉണ്ട്, വരുന്നുണ്ടോ? ഇന്ന് പറ്റില്ലല്ലോ സർ. അപ്പൊ നാളെയോ? ആ, നാളെയാണെങ്കിൽ ഓക്കെ. എത്ര പേരുണ്ട്? 4 പേരേ ഉള്ളൂ. 4 ആണെങ്കിൽ പറ്റില്ല സർ. ഒരാള് 2 ആളാണെങ്കിൽ ഓക്കെ. ശരി, ഓക്കെ, നിങ്ങൾ വരണം. സമയത്തിന് എത്തുമല്ലോ? സർ, എന്റെ പണി വേറെ ആണെങ്കിലും ഞാൻ പറയുന്നത് വാക്ക് പാലിക്കുന്ന ആളാ. അതല്ലേ ഞാൻ നിന്നെ തന്നെ വിളിച്ചേ. ഓക്കെ സർ. ഫേസ്ബുക്കിൽ കണ്ട പെണ്ണല്ലേ ഇത്? ഹായ്, ആരാ നിങ്ങള്? ഞാൻ ധർമ്മൻ. ഏത് ധർമ്മ? ഫേസ്ബുക്കിൽ ഫ്രണ്ട് ആയില്ലേ? ഫേസ്ബുക്കോ? അത് ഞാനല്ല. നിങ്ങളല്ലേ? ഫേസ്ബുക്കിൽ നിങ്ങളുടെ ഫോട്ടോ അയച്ചല്ലോ, ഒന്ന് ഓർത്തു നോക്ക്. എന്ന് കളിക്കുകയാണോ? ഫേസ്ബുക്കിൽ ഞാൻ ഫോട്ടോയും അയച്ചിട്ടില്ല, മെസ്സേജും ചെയ്തിട്ടില്ല. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. എന്താണ് ധർമ്മ, ഒരു വിഷമം പോലെ? ഒന്നുമില്ല ഏട്ടാ. ഒന്നുമില്ലേ? കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്താ, എന്തു പറ്റി? ആ പെണ്ണിന്റെ അടുത്ത് സംസാരിച്ചു, എന്നെ ആരാന്ന് പോലും അറിയില്ലെന്ന് പറഞ്ഞു. നീ എന്താടാ പറയുന്നത്? ഏത് പെണ്ണിനോട്? വേറെ ആരുമില്ല, ഫേസ്ബുക്കിൽ കണ്ടില്ലേ, ആ പെണ്ണ് തന്നെ. എന്തുവാടെ പറയുന്ന? ആ പെണ്ണോ? എവിടെ കണ്ടു? എപ്പ കണ്ടു? ഇപ്പോഴേട്ടാ റോഡിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ഫോളോ ചെയ്തു. സംസാരിച്ചപ്പോ നീ ആരാന്ന് അറിയില്ല, നിന്റെ അടുത്ത് മെസ്സേജും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോയി. ഇതിനാണോടെ നീ ഫീൽ ചെയ്യുന്നത്? ഒരു പെണ്ണെങ്ങനെ നിന്റെ അടുത്ത് കണ്ടോണ്ടേ സംസാരിക്കുക? എടാ, ഞാൻ പറയുന്നത് കേക്ക്. ഏത് പെണ്ണാണെങ്കിലും ശരി, ആദ്യം പയ്യന്മാരോട് സംസാരിക്കുമ്പോൾ എന്തായാലും ഒന്ന് ഭയപ്പെടും. കുറെ കഴിയുമ്പോഴല്ലേ സംസാരിക്കുള്ളൂ. നീ വീണ്ടും പോയി സംസാരിക്ക്.
അവള് നിന്നോട് സംസാരിക്കും ഉറപ്പാ. അവളോർത്ത് നീ ഒന്ന് ഫീൽ ചെയ്യാതെ. ശരി നീ പോ. ഇവൻ എന്താടാ ഈ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെങ്ങനെയാ? ഫേസ്ബുക്കിൽ കണ്ട പെണ്ണിനെ അവൻ നേരിട്ട് കണ്ടു എന്ന് പറയുന്നേ. ഒരു എനിക്ക് പിടി വിശ്വസിക്കാൻ കിട്ടുന്നില്ല. പറ്റുന്നില്ല കേട്ടോ. ചിലപ്പോ കള്ളം പറയുന്നതായിരിക്കോ? അവൻ എന്തിനാ കള്ളം പറയുന്നത്? എന്തായാലും നമ്മുടെ തന്നെ വരുമല്ലോ, അപ്പൊ നോക്കാം. ഇനി എല്ലാരും ചാച്ചിക്കോ. അത് ശരിയാ, കിടക്കാം. എടാ കപാലി, ആ മാനേജറിനെ വിളിക്കേ, നമ്മുടെ കോട്ടേജ് മാനേജർ. അയാൾക്ക് ഒഴിച്ചു കൊടുത്താലേ കാര്യം നടക്കുള്ളൂ. ഓ, പോ, ശരി. പോയി വിളിച്ചോണ്ട് വാ. അയാളോ നമ്മളെ മൈൻഡ് ചെയ്യണില്ല. എന്നാ നമുക്ക് അങ്ങോട്ട് മൈൻഡ് ചെയ്യാം. ആ വരണം സാർ, വരണം ഹലോ വരണം. സർ. ഇരിക്കണം. ആ ഇരിക്കേ സാർ, ഇരിക്കേ. ഇരിക്കണം സർ. കുഴപ്പമില്ല സർ. ഇരിക്ക് സാറേ, ഇരിക്ക് ചുമ്മാ സാറേ. ഇരിക്ക്. ചുമ്മാ നാണിക്കല്ലേ എന്താ നീ? ഇതൊക്കെ? എന്താ അടിക്കുമല്ലോ അല്ലേ? കുറെ നാളായി അടിച്ചിട്ട്. വെള്ളം അടിക്കാനൊക്കെ ദിവസം കണക്കുണ്ടോ? അങ്ങോട്ട് അടിക്കേ. മതി 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 മതി. പണ്ടൊക്കെ ഡെയിലി അടിക്കുമായിരുന്നു. ഇപ്പൊ വല്ലപ്പോഴൊക്കെ അടിയേ ഉള്ളൂ. ഇടയ്ക്ക് അടി കൂടി ആശുപത്രിയിലായി പോയിരുന്നു. അതിനുശേഷം ഞങ്ങളിങ്ങനെ പുറത്തു വരുമ്പോഴേ ഉള്ളൂ. അയ്യോ വേണ്ടായിരുന്നു. ഇന്ന് ഒരു ദിവസം ഞങ്ങളോടൊപ്പം കഴിക്കേ. നിങ്ങളല്ലേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? നമ്മുടെ അനിയനെ സാറിന് ഭയങ്കര ഇഷ്ടമാ. ആ അല്ല, ഈ പറഞ്ഞതൊക്കെ സത്യാണോ? അങ്ങനെയൊന്നുമില്ല സാറേ. എന്തോ അപ്പ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പൂസായോ? ഓടാ. പ്ലീസ് ഒരു മിനിറ്റ് നിൽക്കൂ. എന്താ? ഞാൻ ഫോട്ടോസ് അയച്ചില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, ഞാൻ പറയുന്ന സത്യ. നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്ന അറിയില്ല. നിങ്ങളുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താ നിന്റെ പ്രശ്നം? ഞാൻ ഫോട്ടോസ് അയച്ചില്ലെന്ന് പറഞ്ഞില്ലേ? എന്നെ കൂടെ നിന്നെ മറക്കാൻ കഴിയില്ല. എനിക്ക് തീർച്ചയായും നീ വേണം. നിനക്കെന്താ വട്ടുണ്ടോ? വട്ട് തന്നെയാ നിന്നോട്. നിങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടാ, എന്റെ ജീവനേക്കാളും. ഒന്ന് മനസ്സിലാക്ക്. ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇനി വീണ്ടും അതിനെ കുറിച്ച് സംസാരിക്കരുത്. എന്ത് ചെയ്യണമെന്ന് പറ, അതുപോലെ ഞാൻ ചെയ്യാം. നിനക്ക് ഒരു പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാവില്ലേ? നീ എന്തു പറഞ്ഞാലും എനിക്കൊന്നും അറിയൂല, മനസ്സിലാവൂല. സാർ, ഞാൻ അനന്തനാ സംസാരിക്കുന്നത്. ആ റൂമിൽ തന്നെ ഉണ്ട് ഞങ്ങള്. അല്ല, ആളെവിടെ? വെയിറ്റ് ചെയ്യേ, വരും. അതെ, ആ രണ്ടുപേർക്കുള്ള മാറ്ററും കൂടി പറഞ്ഞേക്ക്. സാർ, ഞങ്ങൾ രണ്ടുപേരുള്ള കാര്യം പ്രശ്നമില്ല, രണ്ടുപേരും ഓക്കെയാണ്. ആ ഓക്കെ 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 സാർ. ഓക്കെ ആശ്വാസം. ഓക്കെ. ഈ കാട്ടുപന്നി എവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് ഞാൻ എന്റെ കാര്യം നടത്തും. ആ ഈ മുത്തച്ഛൻ ആദ്യം പുറത്താക്കണം, എങ്കിലേ കാര്യം സാധിക്കൂ. എടാ, നിക്ക്. എന്താ വേണ്ടേ? ഒന്നും വേണ്ട, പോ. ആരാ? വരൂ വരൂ, വാ. ഹലോ. ഞാനാണ് കപാലി. എന്റെ പേര് കാമിനി. നിങ്ങളുടെ പേര് കാമിനി എന്നാണോ? എന്റെ പേര് അനന്തൻ എന്നാ. ഓ, വേറെ എന്തെങ്കിലും കഴിക്കാൻ വേണോ? വേറെ എന്ന് വെച്ചോ? കോഫിയാണോ? ശരി, പറഞ്ഞോളൂ. എന്തോന്ന്? കാപ്പിയാ? അതെ, കോഫി തന്നെ. ശരി, കൊണ്ടുവാ. കാപ്പിയാ? ഇത് കാപ്പിയല്ല, കോഫിയാ. താങ്ക് യു. നോ മെൻഷൻ. കുറച്ച് നീങ്ങിരിക്കോ. നിങ്ങൾ എവിടെ ഇരിക്കോ? എന്റെ അമ്മോ, എന്തൊരു സ്നേഹം. സാരിയാ? ഓക്കെ, നോ പ്രോബ്ലം. ഇതൊന്ന് എവിടെ വെക്കണ്ടേ? ഇതാ. ഓക്കെ ഓക്കെ.
എന്റെ ഡ്രസ്സിലൊക്കെ കോഫി വീണു. ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. വേഗം വരണേ.